ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരിയ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ എല്ലാ മേഖലകളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കൂടെയുള്ള ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 100% ഈശോയുടെ കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇടയ്ക്ക് നമ്മുടേതായ വഴികളിലേക്ക് തിരിഞ്ഞു പോകരുത്. നമ്മുടേതായ വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു അപകടമുണ്ട്. അത് തിന്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക. യൂദാസിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ വചനം പറയുന്ന ഈ വാക്യം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, ധ്യാനിക്കേണ്ടതാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 27-ാം തിരുവചനം. അപ്പകർഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അന്ത്യത്താഴ വേളയിൽ ഈശോ തൻ്റെ ശരീരം പകർത്തു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞ് ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്നതാണ്, നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. പക്ഷേ അത് സ്വീകരിച്ചപ്പോൾ വചനം പറയുകയാണ്, സാത്താൻ യൂദാസിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ടാ? അയോഗ്യതയോടുകൂടി അവനത് സ്വീകരിച്ചു. ഈശോയുടെ കൂടെ ആയിരുന്നിട്ടും ഈശോയുടെ കൂടെ ആയിരിക്കാൻ അവന് സാധിച്ചില്ല. പ്രിയ സഹോദര സഹോദരി, ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഒത്തിരി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമുക്കും ഈ താളപ്പിഴ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ 100% ഈശോയുടെ കൂടെ ആയിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നീ നൽകിയ ജീവിതത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ ജീവിതത്തിൽ 100% നിന്നോടുകൂടി ആയിരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ നന്മകളും കൃപകളും ഈ വ്യക്തിക്ക് നൽകി അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.